ചോദിക്കേ അത് കർത്താവിന്റെ കിടക്കാണല്ലേ? രാവിലെ തന്നെ കുരിശായിട്ട് ഇറങ്ങിയിരിക്കല്ലേ മനുഷ്യനെ മെനക്കെടുത്ത ഇതത്രല്ല രഹസ്യം. ഇതാരും കേൾക്കാൻ പാടില്ലാത്ത അതെ. ആർക്ക് കൊടുക്കാനാ? ആർക്കും കൊടുക്കാനല്ല, പൊട്ടിച്ച് ഭിത്തിയിലൊട്ടിച്ച് കളിക്കാനാ. അല്ലേ കുട്ടാ? എന്നാ പിന്നെ പൊട്ടിയത് പോരെ? അയ്യോ, പൊട്ടിയത് പോരാ, അളവെടുത്ത് മുറിക്കാനുള്ളതാണേ. പൈസ അവനവന്റെ ട്രൗസർ ഇട്ടാ പോരടാ. മീനാക്ഷി, ആഹാ, കുട്ടനെ കാണാൻ കിട്ടണില്ലല്ലോ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മീനാക്ഷി അങ്ങോട്ടൊന്നും വരാത്തെ? നേരം കിട്ടണ്ടേ കുട്ടാ? വീട്ടിൽ തന്നെ എന്തൊക്കെ പണികളാന്നറിയോ? നമ്മൾ ഈ പിണക്കം വന്ന അമ്മയുടെ രാജ്യത്തിലൊക്കെ വിചാരം. അതുകൊണ്ടാണ് മീനാക്ഷി അങ്ങോട്ട് വരാത്തെന്ന്. അതിന് നമ്മൾ തമ്മിൽ എന്താ പിണക്കം? കുട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏയ്, ഞാൻ മീനാക്ഷിക്കൊരുട്ടും കൊണ്ടുവന്നുണ്ട്. എന്താ ഇത്? അത് പറയില്ല, വീട്ടിൽ ചെന്നിട്ട് നോക്കാവൂ. ഈ കുട്ടന്റെ ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ ഓരോ കൂട്ടങ്ങൾ തന്നോണ്ടിരിക്കും. നോക്കൂ. ഇല്ല, സത്യം സത്യം. ഞാൻ പോട്ടെ, അമ്മ അന്വേഷിക്കണ്ടാവും. വൈകിട്ട് അമ്പലത്തിൽ വരില്ലേ? പിന്നെ ബാലിക്ക് വരാണ്ടിരിക്കേ, നല്ല കഥയായി. അപ്പൊ എന്നെ കളിയാക്കിയതാ അല്ലേ? സത്യായിട്ടല്ല, ഇത് കുട്ടൻ തന്നതാ. ആരായി കുട്ടൻ? മാഷിന്റെ മോൻ. ഏത് മാഷ്? രാധേച്ചിയുടെ അച്ഛൻ. ആരായി രാധ? ശേഖരൻകുട്ടിയേട്ടൻ കെട്ടാൻ പോണ. ഓ, ഏത് ശേഖരൻകുട്ടി? മീനാക്ഷിയുടെ ഏട്ടൻ. ആരായി മീൻ? ഓ, അല്ല, അവൻ എന്തിനാ നിനക്ക് കരിവള തന്നേ? പാവ, വാങ്ങിയില്ലെങ്കിൽ അതിന് വിഷമാവും. ലോകത്തുള്ള പാവങ്ങളുടെയൊക്കെ വിഷമം മാറ്റാൻ നീ ആരും മദർ തെരേസ. അയ്യോ, കഷ്ടായി. ഒരു കഷ്ടമില്ല, ഞാൻ വാങ്ങി തന്ന കരിവള മാത്രം നീ ഇട്ടാ മതി. കയ്യെങ്ങി നീട്ട്. കൈ നീട്ടടോ. വേദന ഉണ്ടോ? ഗോപ്